എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. IPL 2026-ലെ 47ാമത്തെയും അത്യന്തം ആവേശഭരിതവുമായ മഹാപോരാട്ടത്തിൽ ലക്നൌ സൂപ്പർ ജയന്റ്സിന് ഏറ്റുവാങ്ങേണ്ടി വന്ന കനത്ത തോൽവിക്ക് പിന്നാലെ നായകൻ ഋഷഭ് പന്തിന്റെ നിയന്ത്രണം വിട്ടുള്ള രോഷപ്രകടനത്തിനാണ് മത്സരശേഷം ക്രിക്കറ്റ് ലോകം സാക്ഷ്യം വഹിച്ചത്. രോഹിത് ശർമ്മയുടെ കൊടുങ്കാറ്റാട്ടത്തിനും റിയാൻ റിക്കൽട്ടണിന്റെ സംഹാരതാണ്ഡവത്തിനും മുന്നിൽ മുട്ടുമടക്കിയതിനു ശേഷം പന്ത് നടത്തിയ തുറന്നുപറച്ചിലുകൾ ആരെയും അമ്പരിപ്പിക്കുന്നതായിരുന്നു. സ്വന്തം ടീമിലെ ഏറ്റവും വിശ്വസ്തനും പരിചയസമ്പന്നനുമായ ബോളർ മുഹമ്മദ് ഷമിക്കെതിരെ പോലും അദ്ദേഹം ആഞ്ഞടിച്ചു. മുംബൈയിലെ ചരിത്രപ്രസിദ്ധമായ വാങ്കഡെ സ്റ്റേഡിയത്തിൽ വെച്ചായിരുന്നു മുംബൈ ഇന്ത്യൻസും ലക്നൌ സൂപ്പർ ജയന്റ്സും തമ്മിലുള്ള ഈ തീപ്പൊരി പോരാട്ടം അരങ്ങേറിയത്. ടോസ് നേടിയ മുംബൈ ഇന്ത്യൻസ് നായകൻ സൂര്യകുമാർ യാദവ് രണ്ടാമതൊന്നും ആലോചിക്കാതെ ബോളിംഗ് തിരഞ്ഞെടുത്തു. വാങ്കഡയിലെ പിച്ചിൽ ടോസ് നേടുക എന്നത് മത്സരം പകുതി ജയിക്കുന്നതിന് തുല്യമാണെന്ന യാഥാർത്ഥ്യം മുംബൈക്ക് നന്നായി അറിയാമായിരുന്നു. എന്നാൽ ആദ്യം ബാറ്റ് ചെയ്ത ലക്നൌവിന്റെ ബാറ്റർമാർ മുംബൈ ബോളർമാരെ കടന്നാക്രമിക്കുന്നതാണ് പിന്നീട് കണ്ടത്. നിശ്ചിത 20 ഓവറിൽ 2228 എന്ന ഒരു കൂറ്റൻ സ്കോറാണ് അവർ പടുത്തുയർത്തിയത്. വെറും 21 പന്തുകളിൽ നിന്നും ഒരു ഫോറിന്റെയും 8 പടുകൂറ്റൻ സിക്സറുകളുടെയും അകമ്പടിയോടെ 63 റൺസ് അടിച്ചുകൂട്ടിയ നിക്കോളസ് പൂരന്റെ വെടിക്കെറ്റ് ഇന്നിംഗ്സാണ് ലക്നൌവിന് കരുത്തായത്. ഇതിനു പുറമെ മിച്ചൽ മാർഷ് നേടിയ 44 റൺസും അവസാന ഓവറുകളിൽ ഹിമ്മത് സിംഗ് അടിച്ചെടുത്ത നിർണായകമായ 40 റൺസും സ്കോർ ബോർഡിൽ 2228 എന്ന ഹിമാലയൻ ലക്ഷ്യം കുറിക്കാൻ അവരെ സഹായിച്ചു. മുംബൈ ബോളർമാർ അക്ഷരാർത്ഥത്തിൽ ലക്നൌ ബാറ്റർമാരുടെ ചൂടറിഞ്ഞ നിമിഷങ്ങളായിരുന്നു അത്. എന്നാൽ യഥാർത്ഥ വിസ്മയം ആരംഭിക്കാൻ പോകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. 2229 എന്ന പടകൂറ്റൻ ലക്ഷ്യം പിന്തുടരാൻ മുംബൈ ഇന്ത്യൻസ് കളത്തിലിറങ്ങി. വാങ്കഡെ പോലൊരു ചെറിയ ഗ്രൗണ്ടിൽ മറുവശത്ത് രോഹിത് ശർമ്മയും റിയാൻ റിക്കൽട്ടനും ഫോമിലാണെങ്കിൽ ലോകത്തെ ഒരു സ്കോറും സുരക്ഷിതമല്ലെന്ന് അവർ തെളിയിച്ചു. സാക്ഷാൽ MS ധോണിയുടെയും AB ഡിവില്ലിയേഴ്സിന്റെയും ഒരു സങ്കലനമായി മാറിയ റിയാൻ റിക്കൽട്ടൻ ലക്നൌ ബോളർമാരുടെ ഉറക്കം കെടുത്തി. വെറും 32 പന്തുകളിൽ നിന്നും 4 ഫോറുകളും 8 സിക്സറുകളും പരത്തി അദ്ദേഹം 83 റൺസാണ് അടിച്ചുകൂട്ടിയത്. 269 മുകളിലായിരുന്നു അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് റേറ്റ്. റിക്കൽട്ടൻ ഒരു കൊടുങ്കാറ്റായിരുന്നെങ്കിൽ ഹിറ്റ്മാൻ രോഹിത് ശർമ്മ ഒരു സുനാമിയായാണ് ആഞ്ഞടിച്ചത്. മൈതാനത്തിന്റെ നാനാഭാഗത്തേക്കും ഫോറുകളുടെയും സിക്സറുകളുടെയും പേരുമഴ പെയ്യിച്ച രോഹിത് വെറും 44 പന്തിൽ നിന്നും 6 ഫോറുകളും 7 സിക്സറുകളും സഹിതം 84 റൺസ് നേടി. വെറും 18.4 ഓവറിൽ തന്നെ മുംബൈ 229 എന്ന സ്കോറിലെത്തി വിജയമുറപ്പിച്ചു. എന്നാൽ മത്സരശേഷം മൈതാനത്ത് ലക്നൌ നായകൻ ഋഷഭ് പന്ത് തികച്ചും നിസ്സഹായനായി നിൽക്കുന്ന കാഴ്ചയാണ് നാം ഏവരും കണ്ടത്. സ്വന്തം ടീമിലെ ഏറ്റവും വിശ്വസ്തനും ബോളറുമായ മുഹമ്മദ് ഷമിക്കെതിരെ മുംബൈ ബാറ്റർമാർ നിർദ്ദയം പ്രഹരിക്കുകയായിരുന്നു. 3 ഓവറുകൾ എറിഞ്ഞ ഷമി 37 റൺസ് വിട്ടുകൊടുത്തെങ്കിലും ഒരു വിക്കറ്റ് പോലും എടുക്കാനായില്ല. മറുവശത്ത് ആവേശ് ഖാനും 3 ഓവറിൽ 45 റൺസ് വഴങ്ങി. ദിശാബോധമില്ലാത്ത തികച്ചും സാധാരണമായ ഈ ബോളിംഗ് പ്രകടനമാണ് അനായാസം പ്രതിരോധിക്കാമായിരുന്ന ഒരു സ്കോർ ലക്നൌവിന്റെ കൈകളിൽ നിന്നും വഴുതി പോകാൻ കാരണമായത്. അങ്ങനെ ഈ ലജ്ജാകരമായ തോൽവിക്ക് ശേഷം പോസ്റ്റ് മാച്ച് പ്രസന്റേഷനിൽ ലക്നൌ നായകൻ ഋഷഭ് പന്തിന്റെ രോഷം അണപൊട്ടി. തന്റെ സീനിയർ ബോളർമാർക്കെതിരെ അതിരൂക്ഷമായ ഭാഷയിലാണ് അദ്ദേഹം പ്രതികരിച്ചത്. അതിങ്ങനെയായിരുന്നു: ഈ തോൽവി നിരാശജനിതം മാത്രമല്ല, അത്യന്തം ലജ്ജാകരവുമാണ്. ബാറ്റ്സ്മാൻമാർ കഠിനാധ്വാനം ചെയ്ത് 2228 എന്ന കൂറ്റൻ സ്കോർ പടുത്തുയർത്തിയിട്ടും അത് പ്രതിരോധിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിനർത്ഥം നമ്മുടെ ബോളിംഗിന് ഒട്ടും മൂർച്ചയില്ലെന്നും സമ്മർദ്ദം അതിജീവിക്കാൻ അവർക്ക് കഴിയില്ലെന്നുമാണ്, പന്ത് തുറന്നു പറഞ്ഞു. മുംബൈയുടെ ബാറ്റർമാർക്ക് യാതൊരു വെല്ലുവിളിയും ഉയർത്താതെ കൃത്യമായ പ്ലാനിംഗ് ഇല്ലാതെയാണ് ബോളർമാർ പന്തെറിഞ്ഞതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. പ്രത്യേകിച്ചും മുഹമ്മദ് ഷമിയെ പേരെടുത്താണ് വിമർശിച്ചത്. ഒരു സീനിയർ താരമെന്ന നിലയിൽ ബോളിംഗ് യൂണിറ്റിനെ മുന്നിൽ നിന്ന് നയിക്കേണ്ട ഷമി പവർ പ്ലേയിലും മിഡിൽ ഓവറുകളിലും ധാരാളം റൺസ് വഴങ്ങിയത് രോഹിത്തിന്റെയും റിക്കൽട്ടണിന്റെയും മേലുള്ള സമ്മർദ്ദം പൂർണ്ണമായും ഇല്ലാതാക്കാൻ കാരണമായെന്ന് പന്ത് ചൂണ്ടിക്കാണിച്ചു. രോഹിത് ശർമ്മയുടെയും റിക്കൽട്ടണിന്റെയും ബാറ്റിംഗിലെ പ്രശംസിക്കാൻ പന്ത് മറന്നില്ല. ഒരു തവണ ഫോമിലേക്ക് ഉയർന്നാൽ ലോകത്തെ ഒരു ബോളർക്കും രോഹിത്തിനെ തടയാനാകില്ലെന്ന് പറഞ്ഞ അദ്ദേഹം വിരാട് കോഹ്ലി എങ്ങനെയാണോ ഒറ്റയ്ക്ക് മത്സരത്തിന്റെ ഗതി മാറ്റുന്നത്, അതേ സ്വാധീനമാണ് രോഹിത് ഈ മത്സരത്തിൽ ചെലുത്തിയതെന്ന് വ്യക്തമാക്കി. ഹാർദിക് പാണ്ഡ്യയുടെയും രോഹിത്തിന്റെയും ഇടിമിന്നൽ ബാറ്റിംഗ് കണ്ണിം വെട്ടുന്ന വേഗത്തിൽ മത്സരം തട്ടിയെടുത്തെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. എന്നാൽ അവർക്ക് വെല്ലുവിളി ഉയർത്തുന്നതിനു പകരം ലക്നൌ ബോളർമാർ മത്സരം താളത്തിൽ വെച്ച് സമ്മാനിക്കുകയായിരുന്നു എന്ന് പന്ത് പരിഹസിച്ചു. ടീമിലെ ഒത്തൊരുമയില്ലായ്മയെക്കുറിച്ചും പന്ത് രൂക്ഷമായി പ്രതികരിച്ചു. അതൊരു വലിയ മുന്നറിയിപ്പായിരുന്നു. ബാറ്റിംഗ് നിര തങ്ങളുടെ ജോലി ഭംഗിയായി ചെയ്തപ്പോൾ ബോളിംഗ് നിര പൂർണ്ണമായും കീഴടങ്ങി. ഇനിയുള്ള മത്സരങ്ങളിൽ പ്ലേ ഓഫ് യോഗ്യത നേടണമെങ്കിൽ അക്ഷന്തവ്യമായ ഈ തെറ്റുകൾ തിരുത്തിയേ മതിയാവൂ എന്ന് മാനേജ്മെന്റിനും കളിക്കാർക്കും അദ്ദേഹം താക്കീത് നൽകി. പേരിലും മുൻപരിചയത്തിലും കാര്യമില്ലെന്നും ഗ്രൗണ്ടിലെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും ഇനി കളിക്കാർക്ക് ടീമിൽ ഇടം ലഭിക്കുക എന്ന് പന്ത് വ്യക്തമാക്കിയതോടെ വരും മത്സരങ്ങളിൽ ലക്നൌ ടീമിൽ വൻ അഴിച്ചുപണികളുണ്ടാകുമെന്ന് ഉറപ്പായി. ഇനി ചോദ്യം നിങ്ങളോടാണ്: ലക്നൌ സൂപ്പർ ജയന്റ്സിന്റെ ഈ നാണം കെട്ട തോൽവിക്ക് യഥാർത്ഥ ഉത്തരവാദി ആരാണെന്നാണ് നിങ്ങൾ കരുതുന്നത്? മുഹമ്മദ് ഷമിയുടെ ഈ മോശം ഫോമിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തെ പ്ലേയിംഗ് 11-ൽ നിന്നും പുറത്താക്കണോ അതോ ഒരു അവസരം കൂടി നൽകണോ? നിങ്ങളുടെ സത്യസന്ധമായ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.